വീരസിംഹൻ തൻ്റെ സൈന്യവുമായി തങ്ങളുടെ രാജ്യത്തിന് നേരെ പുറപ്പെട്ടു കഴിഞ്ഞു എന്ന വിവരം ത്രേതാപുരിയുടെ ചക്രവർത്തിയായ ഭഗീരഥന്റെ കാതുകളിലെത്തി. എന്നാൽ യുദ്ധങ്ങൾ ചെയ്ത് ഒട്ടും പരിചയമില്ലാത്ത വീരസിംഹനെ നിസ്സാരമായി പരാജയപ്പെടുത്താമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ഭഗീരഥൻ. എന്നിരുന്നാലും തൻ്റെ സൈനികർക്ക് ഒട്ടും തന്നെ നാശം വരാതെ വീരസിംഹന്റെ സൈന്യത്തെ നിസ്സാരമായി പരാജയപ്പെടുത്തണമെന്നും അതിലൂടെ തൻ്റെ ശക്തി ലോകമെമ്പാടുമുള്ള മറ്റ് രാജ്യങ്ങളെ അറിയിക്കണമെന്നും ഭഗീരഥൻ തീരുമാനിച്ചു. അതിനാൽ തന്ത്രപ്രധാനമായ ഒരു സൈനിക വ്യൂഹം തന്നെ ഭഗീരഥൻ തൻ്റെ രാജ്യാതിർത്തിയിൽ വിന്യസിച്ചു. ഏതാണ്ട് 30,000-ഓളം കാലാൾപ്പടയെയും 10,000-ഓളം കുതിരപ്പടയെയുമാണ് അദ്ദേഹം തൻ്റെ സേനയിൽ അണിനിരത്തിയത്. ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വീരസിംഹന്റെ സേന ത്രേതാപുരിയുടെ അതിർത്തിയിൽ എത്തിച്ചേർന്നു. വീരസിംഹന്റെ സേനാബലം കണ്ട ഭഗീരഥന് ശരിക്കും അവരോട് സഹതാപമാണ് തോന്നിയത്. കാരണം തൻ്റെ സൈനിക ബലത്തിൻ്റെ പകുതി പോലും അവർക്കുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വീരസിംഹന്റെ സൈന്യത്തെ കണ്ടതോടെ ത്രേതാപുരിയിലെ മുഴുവൻ സൈനികർക്കും അവരുടെ ആത്മവിശ്വാസം ഇരട്ടിയായി. ഭഗീരഥന്റെ നിർദ്ദേശം കൂടി വന്നതോടെ അവർ വീരസിംഹന്റെ സൈനികർക്ക് നേരെ പാഞ്ഞെടുത്തു. ഇരുപക്ഷവും ഏറ്റുമുട്ടി ഘോരമായ ഒരു യുദ്ധമാണ് അവിടെ അരങ്ങേറിയത്. ആദ്യമൊക്കെ വീരസിംഹന്റെ സേന പിടിച്ചു നിന്നെങ്കിലും പയ്യെ പയ്യെ ഭഗീരഥന്റെ സൈനിക ബലത്തിന് മുന്നിൽ അവരുടെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി. ഒടുവിൽ വീരസിംഹന് തൻ്റെ സേനയുമായി പിന്തിരിഞ്ഞോടേണ്ട അവസ്ഥ വന്നു. ഇത് കണ്ടതോടെ ഭഗീരഥന് കൂടുതൽ ആവേശം തോന്നി. അദ്ദേഹം തൻ്റെ സേനയോട് അവരെ പിന്തുടർന്ന് ആക്രമിക്കുവാൻ പറയുകയും ചെയ്തു. തിരിഞ്ഞോടിയ വീരസിംഹന്റെ സേനയ്ക്ക് പിന്നാലെ തൻ്റെ 3/4 ഭാഗം സൈനികരുമായി ഭഗീരഥന്റെ സേന ശരവേഗത്തിൽ കുതിച്ചു. എന്നാൽ വീരസിംഹൻ ഒരുക്കിയ ഒരു കെണിയാണിതെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും എല്ലാം ഭഗീരഥന്റെ കൈവിട്ട് പോയി കഴിഞ്ഞിരുന്നു. വീരസിംഹൻ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ യുദ്ധതന്ത്രത്തിൻ്റെ മികവെന്താണെന്നും ഭഗീരഥനും അദ്ദേഹത്തിൻ്റെ സേനയും തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്.